വിഷു ആണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ അല്ല കേട്ടോ, ഇത് രണ്ടാമത്തെ വിഷു ആണ്. പക്ഷെ കഴിഞ്ഞ വർഷം മാമാട്ടി ജനിച്ച് 3-ാം പക്കമായിരുന്നു കേട്ടോ വിഷു. കഴിഞ്ഞ വിഷുവിന് നമ്മള് ഹോസ്പിറ്റലിലാണ്, മാമാട്ടി NICയിലുമായിരുന്നേ. മാമാട്ടിക്ക് പടക്കം പൊട്ടലിനോട് വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. ഇത് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും. അമ്പലത്തിലെ വെടിക്കെട്ടെല്ലാം അവള് കണ്ണ് ചിമ്മാതെ നോക്കി നിന്നിട്ടുണ്ട്. നമ്മളിത് നേരത്തെ കത്തിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 ദിവസം കഴിയുമ്പോഴേക്കും ഇവിടെ പന്തൽ വരുവേ, മാമാട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ നമുക്കിത് പൊട്ടിക്കാനായിട്ട് സാധിക്കത്തില്ല. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷെ വാങ്ങിക്കാൻ പറ്റില്ല. ഒരുപാട് വെറൈറ്റി പടക്കങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് കമ്പിത്തിരിയും മത്താപ്പും ഒക്കെ അല്ലേ മെയിൻ ആയിട്ടുള്ളത്. നമ്മള് പടക്കം വാങ്ങിക്കാൻ പോയത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ചെറിയ കലവൂരിന്ന് പടിഞ്ഞാറോട്ട് വരുമ്പോഴാണ് ഇത്. കടയുടെ പേര് വന്നിട്ട് ശ്രീകൃഷ്ണ ക്രാക്കേഴ്സ് എന്നാണ്. പുക്കുറ്റി മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ പുക്കുറ്റിക്ക് മോഡിഫിക്കേഷൻ വന്നിട്ട് എന്തെല്ലാം സാധനങ്ങളാണല്ലേ. അവർ ഓരോന്നിന്റെ പേര് പറയുന്ന കേട്ടിട്ട് നമ്മൾ വണ്ടറടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് പടക്കം വാങ്ങിച്ചിട്ട് പൊട്ടിക്കുന്ന വീഡിയോ ആണ് ആദ്യമേ ഞാൻ നിങ്ങളെ കാണിച്ചത്.